ഹായ്, കുറേ നാളായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പം ഞാൻ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. വലിയ സാധനങ്ങളൊന്നുമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ഞാൻ വാങ്ങിയ സാധനങ്ങളാണ്. ഇപ്രാവശ്യം നാട്ടിൽ പോയ സമയത്തുണ്ടല്ലോ, എനിക്കങ്ങ് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി. ഒരുപാട് ആൾക്കാരെ കണ്ടു, എല്ലാവരും ഭയങ്കരമായിട്ട് അങ്ങ് മാറിപ്പോയി. ഞാൻ ഈ വീട്ടിനകത്തിരിക്കുന്നതുകൊണ്ട് പുറത്ത് കിടക്കുന്ന ഒരു കാര്യങ്ങളും അറിയാറില്ല, ഒട്ടും അപ്ഡേറ്റഡ് അല്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഗൗണ് വാങ്ങിയിട്ടുണ്ട്. ഗൗൺ ഞാൻ കാണിച്ചില്ലേ, കല്യാണത്തിനിട്ട ഗൗൺ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ചുരിദാറിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാമേ. എനിക്ക് ഇങ്ങനത്തെ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതായതുണ്ട, ഇങ്ങനെ ഇങ്ങനെ കഴുത്തിൻ്റെ അടി ഇങ്ങനെ വർക്ക് വരുന്നു. ഇതാ കണ്ടോ കണ്ടോ, ഇങ്ങനത്തെ ഇതാണ് ഇതിൻ്റെ. ചുരിദാറിന് തയ്ക്കണം, ഞാൻ തന്നെ തയ്ക്കേണ്ടി വരും. അപ്പം എനിക്ക് ക്യാമറ വയ്ക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ്. കണ്ടോ, പിടിച്ചേ ഇതല്ല, കൊള്ളാം. ഇത് നെക്കിൻ്റെ ഭാഗം വരുന്നതാണ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന മെറ്റീരിയൽ തന്നെയാണ്. മെറ്റീരിയൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല. കണ്ടോ, 799 രൂപയായി. നല്ലതല്ലേ? ഞാൻ അങ്ങനെ വാങ്ങിയതാണ്. ഇനി ഇതിൻ്റെ കാണിച്ചു തരാം. ഇത് ഇതിൻ്റെ ഷോള് ഉണ്ടോ, ഷോള് ഉണ്ടോ. എനിക്ക് ഈ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ്. കണ്ടോ, ഇതാണ് ഷോള് വരുന്നത്. എനിക്ക് ഇങ്ങനത്തെ ഷോളൊന്നും ഇല്ല, നിങ്ങൾ കണ്ടില്ലേ ഞാൻ വീഡിയോയിലിടുന്ന ആ റെഡ് ഷോളല്ലാണ്ട് എൻ്റെ കയ്യിൽ വേറൊരു ഷോളില്ല. കണ്ടോ, കൊള്ളാല്ലേ? അങ്ങനത്തെ ഷോളും വാങ്ങി. പിന്നെ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ, പാൻറ്റിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതാണ്, പാൻറ്റിൻ്റെ മെറ്റീരിയൽ. അപ്പോൾ ഇത് ഇതിപ്പോൾ ഞാൻ തന്നെ തയ്ക്കണം. എനിക്ക് തയ്ക്കാനൊക്കെ ഒരു മടിയുണ്ട്, കാരണം ശരിക്കും തയ്യൽ പഠിച്ചിട്ടില്ലല്ലോ, യൂട്യൂബ് നോക്കി തയ്ക്കുന്നതാണ്. അപ്പോൾ ഇനി അത് നോക്കിയിട്ട് ഇന്നലെ ഞാൻ അളവൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ സൈഡ് സ്ലിറ്റുള്ള ചുരിദാർ തയ്ച്ചിട്ടേ ഇല്ല. അപ്പോൾ എന്തായാലും ഇത് തയ്ക്കണം. എനിക്കിഷ്ടമായോ? നല്ല മെറ്റീരിയൽ അല്ലേ? എനിക്ക് ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ പേരറിയില്ല. പിന്നെ വേറൊരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ട്, എന്താണെന്ന് കാണിച്ചു തരാമേ. വേറെ എന്ന് പറയുമ്പോൾ വലിയ സാധനമൊന്നുമല്ല. എനിക്കൊരു ബാഗ് വാങ്ങി. കണ്ടോ, എനിക്ക് ബാഗ് ഉണ്ടായിരുന്നില്ല. പുറത്തെല്ലാം പോകുമ്പോൾ ഞാൻ ഏട്ടൻ്റെ ബാഗ് ഇട്ടിട്ടാണ് പോവുക. അപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് നിന്ന സമയത്ത് പുറത്ത് ആശുപത്രിയിൽ പോകേണ്ട സമയമായപ്പോൾ എനിക്ക് ബാഗില്ല. ഞാൻ അണ്ണൻ്റെ ബാഗും കൊണ്ട് പോയത്. നോക്കുമ്പോൾ അതെല്ലാം കീറി പറഞ്ഞിട്ടുള്ള ബാഗായിരുന്നു. പിന്നെ ഞാനത് അക്കയുടെ വീട്ടിൽ വെച്ചിട്ട് അക്കയുടെ കൂടെയാണ് പോയത്. അപ്പോൾ അക്കയുടെ ബാഗിനകത്ത് എൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് പോയത്. എന്നിട്ട് ഞാൻ അക്കയോട് പറഞ്ഞു എനിക്ക് ബാഗ് വേണമൊക്കെ, എനിക്കൊരു ബാഗ് വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അക്ക എനിക്ക് ബാഗ് വാങ്ങാമെന്ന് പറഞ്ഞ് കൂടെ വന്നിട്ട് അവർ സെലക്ട് ചെയ്ത് തന്ന ബാഗാണ്. എനിക്കിങ്ങനെ ബാഗിൻ്റെ ക്വാളിറ്റി അങ്ങനത്തെ സാധനമൊന്നും നോക്കാൻ അറിഞ്ഞൂടാ. അപ്പോൾ അക്കയും മോളും കൂടിയിട്ടാണ് എനിക്കിത് സെലക്ട് ചെയ്ത് തന്നത്. അങ്ങനെ എടുത്ത ബാഗാണ്. അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിൽ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. ഞാനിങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഭയങ്കര മടിയായി ഇങ്ങനെ കിട്ടോട്ട് നടക്കാൻ. എന്നാലും ഞാനങ്ങ് വാങ്ങി, രണ്ടും കൽപ്പിച്ച്. അപ്പോൾ ഇതാണ് ബാഗ് വാങ്ങിയത്. പിന്നെ വാങ്ങിയ എന്താണെന്ന് വെച്ചാലില്ലേ, പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങി. ഇത് ഞാൻ തുണിയെടുക്കാൻ പോയപ്പോൾ ആ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയ സാധനമാണ്. എനിക്കങ്ങനെ കളർ ഷെയ്ഡ് കാര്യങ്ങളൊന്നും നോക്കാൻ അറിയാത്തതൊന്നുണ്ടല്ലോ. എനിക്ക് പൊതുവെ ഇത് വാങ്ങാൻ തന്നെ മടിയുള്ള ആളാണ്. അപ്പം ഞാൻ ഈ പ്രാവശ്യം വീഡിയോ ഒക്കെ ചെയ്യുന്നതല്ലേ, ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ എന്തോ സംഭവം എനിക്കങ്ങനെയൊന്നും പറയാനറിയില്ല. ഇതാണ് ലിപ്സ്റ്റിക്ക്. വലിയ കുഴപ്പമില്ലാത്ത കളറാണ്, ഭയങ്കര കളറ് വരും ചില സമയത്ത് അടിക്കുമ്പോൾ. മോശമില്ല. ഇത്ര 100 രൂപയോ 120 രൂപയോ എന്തോ വന്നിരുന്നെ. പിന്നെ ഒരു ഐലൈനർ വാങ്ങി. ഇത് പിന്നെ എല്ലാവർക്കും ഉള്ള സാധനമല്ലേ, ഇതെനിക്കില്ലായിരുന്നു. എനിക്കൊരു കൺമഷി മാത്രമേ ഉള്ളൂ. അത് മോന് കണ്ണെഴുതാൻ വാങ്ങിയ കൺമഷിയാണ്. അത് വെച്ചിട്ടുള്ള പരിപാടിയായിരുന്നു ഇത്രയും കാലം. അപ്പം ഞാനൊരു ഐലൈനർ വാങ്ങി. പിന്നെ വള വേണ്ട, ഇത് ഞാൻ വാങ്ങിയ വളയല്ല. ഇത് കണ്ടോ, നല്ല വളയല്ലേ, നല്ല രസമല്ലേ കാണാൻ. ഇതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ നോക്കുമ്പോൾ അക്ക ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ അക്ക ഇട്ടുകൊണ്ട് വന്ന വളയത്. അത് ഇങ്ങനെ അക്ക 2 വള ഒരുമിച്ചിട്ടിട്ടേക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല രസമുണ്ടല്ലോ വള എന്ന് പറഞ്ഞ്. അപ്പോൾ അക്ക എനിക്കിങ്ങ് ഊരി തന്നു.
അപ്പോൾ അത് നീ എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ അക്ക തന്ന വളയാണ് ഇത് 2 എന്താ, ഞാനൊരു പാണ്ടിവള പോലത്തെ വളയായിട്ടുണ്ട് നടന്നത്, ഒരു ഗുണവുമില്ല, അങ്ങനത്തെ വളയായിരുന്നു. അപ്പോൾ ഇത് അക്ക വള തന്നു. പിന്നെ ഞാനൊരു കമ്മൽ വാങ്ങി, കാണിച്ചു തരാം. കമ്മൽ എന്ന് പറയുമ്പോൾ കമ്മലിന് 75 രൂപയായി. ഇതുണ്ടോ, നല്ല കമ്മലിന്, കുഞ്ഞി കമ്മൽ. ഇതിന് 75 രൂപയായി ഈ കമ്മലിന്. അപ്പോൾ കമ്മലും വാങ്ങി, പിന്നെ വേറെ ഒന്നും വാങ്ങിയില്ല. ഇത്രയും സാധനം വാങ്ങിച്ചെങ്കിലും ഭയങ്കര സന്തോഷമായി. എന്താ പറയുക, മനസ്സൊക്കെ നിറഞ്ഞ് ഇതെല്ലാം കിട്ടിയപ്പോൾ. കുറേ കാലം കൊണ്ടുള്ള ആഗ്രഹമായിരുന്നു എല്ലാം വാങ്ങണമെന്ന്. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് ഭയങ്കര വിഷമം. അവിടെ ആയിരുന്നപ്പോൾ എന്ത് രസം. കാരണം നമ്മൾ ഹരിപ്പാടാണ് സ്ഥലം. അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റൊക്കെ 15 മിനിറ്റ് ബസ്സിലിരുന്നാൽ തന്നെ ടൗണിലെത്തി. അപ്പോൾ ടൗണിലെത്തി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കടകൾ. ഞാനങ്ങ് അത്ഭുതപ്പെട്ടു പോയി. ഈശ്വര, ഹരിപ്പാടൊക്കെ എന്തൊരു മാറ്റാവുന്നതിന്. കാരണം പണ്ട് കണ്ടതുപോലെയല്ല, ഒരുപാട് കടകൾ കാര്യങ്ങളൊക്കെ വന്നു. ഇവിടെ നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ, നല്ല സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് അധികവും കണ്ണൂർ പോകണം. അപ്പോൾ 1 മണിക്കൂർ കണ്ണൂർ ബസ്സിലിരിക്കണം, 1 മണിക്കൂർ അങ്ങോട്ടും ഇരിക്കണം, 1 മണിക്കൂർ തിരിച്ച് വീട്ടിലേക്ക് ഇരിക്കണം. നമ്മളങ്ങ് ചതഞ്ഞു പോകും. അതുകൊണ്ട് കണ്ണൂർ പോയൊന്നും വാങ്ങലില്ല. പിന്നെ ഭയങ്കര റേറ്റാണ് കണ്ണൂർ സാധനത്തിനൊക്കെ. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ അവിടെയാണെങ്കിൽ പൈസ കുറച്ച് കിട്ടും. അപ്പം ഞാൻ ഇത്രയും സാധനം വാങ്ങിച്ച്. അപ്പോൾ ഇത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരണമെന്ന് ഞാൻ 2 ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മടിയാണ്. ഇത് ഞാൻ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വള. പിന്നെ വേറൊരു കാര്യം പറഞ്ഞില്ല, ഇത് കണ്ടോ, മോതിരം ഉണ്ടാവും, സ്വർണ്ണ മോതിരം കേട്ടോ. എൻ്റെ സാധനങ്ങളെല്ലാം പണയത്തിൽ പോയി. അപ്പോൾ ഇത് ഞാനങ്ങ് വീട്ടിൽ പണയം വെച്ച സാധനമാണ്. ഇതും 2 മോതിരവും ഒരു കമ്മലിൻ്റെ മുട്ടും കൂടി പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ എപ്പോഴോ വെച്ച്, എനിക്ക് ഓർമ്മയില്ല എന്ന് വെച്ചതാണെന്ന് പോലും. എന്നിട്ട് അത് ലേലത്തിൽ പോകാനായപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞിട്ട് അത് ലേലത്തിൽ നിന്ന് എടുത്തു. അപ്പോൾ മൊത്തം 16,000 രൂപ എന്തോ ആയി എന്ന് പറഞ്ഞ് പണയം എടുക്കാൻ, ഇതെല്ലാം കൂടി എടുക്കാൻ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മോതിരം കൊണ്ടു തന്നു. എന്നോട് പറഞ്ഞു നീ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഒരു മോതിരം എൻ്റെ കയ്യിലൊന്നും കയറുകയില്ല, ഈ വിരൽ പോലും കയറില്ല. ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ പറഞ്ഞു ഈ മോതിരം നീ എടുത്തോ, ഇതെനിക്ക് എപ്പോൾ വാങ്ങിച്ചാന്ന് പോലും ഓർമ്മയില്ല കേട്ടോ. കല്യാണത്തിൻ്റെ സമയത്തൊന്നും എടുത്ത മോതിരമാണ്. എന്നിട്ട് ഇനി ഈ മോതിരം ഇട്ടോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ മോതിരം തന്നു. കമ്മലും കൊണ്ട് തന്നു. ഞാൻ പറഞ്ഞു കമ്മൽ വേണ്ട, കമ്മൽ എടുത്തോ. കമ്മലും ആ മോതിരം ഞാൻ അക്കയ്ക്ക് കൊടുത്തു. കാരണം അക്കയുടെ കാശ് മുടക്കി പണയത്തിൽ നിന്ന് എടുത്തതല്ലേ. അത് പിന്നെ നമ്മൾ എൻ്റെ സാധനം ഇങ്ങത്താന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞിട്ട് ഞാനത് അക്കയ്ക്ക് കൊടുത്തു. പക്ഷേ ഈ മോതിരം ഞാനിങ്ങനെ വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് ചുളുവിലൊരു മോതിരവും കിട്ടി, കുറച്ച് സാധനങ്ങളും കിട്ടി. അപ്പോൾ ഞാൻ ഫുൾ ഹാപ്പിയായി. അപ്പം ഒത്തിരി വലിയ കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ വീഡിയോയിലൊക്കെ ഒരുപാട് വലിയ ആൾക്കാരുടെ വലിയ സന്തോഷങ്ങൾ കണ്ടിട്ടില്ലേ. നമ്മളെപ്പോലുള്ളവരുടെ ചെറിയ സന്തോഷമാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇതിൽ എടുത്ത വീഡിയോ അല്ല. ഇനിയിപ്പോൾ ഈ മാസം മോൻ്റെ ബർത്ത്ഡേ ആണ്. ഇനിയിപ്പോൾ അവന് ഡ്രസ്സ് എടുക്കണം. പിന്നെ ഓണം വരുന്നുണ്ട്. അപ്പോൾ ഓണക്കോടിയൊന്നും എടുക്കില്ല കേട്ടോ. ഓണക്കോടിയൊക്കെ ഇനി ഞാൻ വാങ്ങാൻ പോയാൽ അത്യാർത്ഥിയായിപ്പോൾ. അതുകൊണ്ട് ഞാൻ ഓണക്കോടി എടുക്കുന്നില്ല. ഇവർക്കൊക്കെ എന്തെങ്കിലും എടുക്കണം എന്നുണ്ട് മനസ്സിൽ. ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരണമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ബോറായിട്ടൊക്കെ തോന്നും. ഞാൻ എൻ്റെ ഒരു സന്തോഷം പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ കാണാം. സന്തോഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ബൈ.